പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ. വിധി നീതിക്കയ്യോ ചെയ്യരുതേ. ഞാൻ പാതകിയെന്നറിയുന്നേൻ. സർവകടങ്ങളുമാറാഞ്ഞാൽ നരകം താനെന്നവകാശം. നിന്നെ വിളിപ്പാൻ കഴിവെന്നേ. മൗനം ഹൃദയാൽ ഞാൻ പൂകം. നീക്കുക കൃപയാൽ എൻ പാപം. പുത്രപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന് ഈ പ്രഭാതകാലത്തിൽ സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് 6-ാം സങ്കീർത്തനത്തിന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. പുരാതന ക്രിസ്ത്യ സഭയിൽ അനുതാപ സങ്കീർത്തനങ്ങളായി 7 ഗണിക്കപ്പെടുന്നു. അവയിൽ ആദ്യത്തേതാണ് നാം ഇവിടെ പരിഗണിക്കുന്നത്. ആത്മശോധനയ്ക്കും ഏറ്റുപറച്ചിലിനും ഒരുങ്ങുന്നവർക്ക് അനുതാപ സങ്കീർത്തനങ്ങൾ ധ്യാനപൂർവ്വം വായിക്കുക പതിവുണ്ട്. നോമ്പുകാലത്തും ഉപയോഗിക്കപ്പെടുന്നു. ദേറാകളിൽ 7 യാമപ്രാർത്ഥനകളിലും ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ദാവീദാണെന്ന് ശീർഷകത്തിൽ പറയുന്നു. എങ്കിലും കൃത്യമായ ഏത് സാഹചര്യത്തിൽ രചിക്കപ്പെട്ടു നിർണയിക്കുക പ്രയാസമാണ്. ഒരു പീഡിതൻ്റെ നിസ്സഹായതയും രക്ഷിക്കാനുള്ള തീവ്രമായ വാഞ്ചയും അപേക്ഷയും ഈ സങ്കീർത്തനത്തിലുണ്ട്. അതിലുപരി ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പും ഇതിൽ പ്രതിഫലിക്കുന്നു. തീവ്ര വികാരത്തോടെയാണ് തൻ്റെ ദുസ്ഥിതി വെളിപ്പെടുത്തുന്നത്. തൻ്റെ അരിഷ്ടതയെ രോഗമായും ശത്രുവിൻ്റെ ഉപദ്രവമായും വിവരിക്കുന്നു. വിജയപ്രതീക്ഷയോടെ സങ്കീർത്തനം ആരംഭിച്ച് തൻ്റെ അപേക്ഷ ദൈവം കേട്ടു എന്നുള്ള ഉറപ്പോടെ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശത്രുക്കൾ തൻ്റെ ദുസ്ഥിതിയിൽ സന്തോഷിക്കുകയും തൻ്റെ നാശത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തെ ഏറ്റവും അസ്വസ്ഥനാക്കുന്നു. ഒരു പക്ഷേ വൈരികൾ തൻ്റെ രോഗാവസ്ഥയുടെ കാരണങ്ങൾ അവൻ്റെ പാപം കൊണ്ടാണെന്ന് പറയുകയും അവൻ്റെ മരണം അനിവാര്യമാണെന്ന് വിമർശിക്കുകയും ചെയ്തിരിക്കാം. ഇതൊക്കെ അദ്ദേഹത്തെ കൂടുതൽ തളർത്തുന്ന കാര്യങ്ങളായിരുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരെ അനുതാപത്തോടെ ദൈവമുമ്പാകെ പ്രാർത്ഥിച്ച് ഉത്തരം ലഭിച്ച വ്യക്തി നിശ്ചയമായും ദുഷ്പ്രവർത്തിക്കാരുടെ വീഴ്ചയിൽ നിന്നും ആവുന്നു നിൽക്കുമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. പല സങ്കീർത്തനങ്ങളിൽ കാണുന്ന ഒന്നാണ് നീതിമാന്മാർക്ക് നന്മയും പുകഴ്ചയും ദുഷ്ടന്മാർക്ക് ശിക്ഷാവിധിയും ലഭിക്കുമെന്നുള്ളത്. ഇരുകൂട്ടരും തമ്മിലുള്ള താരതമ്യം പല സങ്കീർത്തനങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിനാൽ അനുഗ്രഹീതരെ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. കുംഭസാരത്തിനായിട്ട് പലരും ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തെറ്റുകളെ ഉപേക്ഷിക്കുവാനും വീണ്ടും അവയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, നമുക്കുണ്ടാകുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കും നമുക്ക് ആശ്വാസകരനായിട്ട് നമ്മുടെ ദൈവം നമ്മോടുകൂടി ഉണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു കൊള്ളണം. ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ദാനിയേലിൻ്റെ കൂട്ടുകാരായ 3 സഹോദരങ്ങളെ തീയിലിട്ടിട്ട് അവിടെ കാഴ്ചക്കാരായി നിന്ന രാജാവും ജനങ്ങളും ധരിച്ചിരിക്കാം അവർ തകർന്നു പോകുമെന്ന്. കൊണ്ടുപോയവർ പോലും തീയേറ്റ് വങ്ങിയതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. പക്ഷേ 3 കുഞ്ഞുങ്ങളും എഴുന്നേൽക്കുന്നു. 4മതൊരുത്തൻ പനിമഞ്ഞ് തളിച്ചുകൊണ്ട് അവരോടൊപ്പം നടക്കുന്നത് എന്തോ ഒരു സന്തോഷകരമായ കാര്യമാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുവാനും നമുക്ക് ആശ്വാസം തരുവാനും നമുക്ക് കഴിയും. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ചുറ്റും തീക്കുണ്ടം പോലെ ജ്വലിച്ച് നിന്നേക്കാം. അവിടെയെല്ലാം നമുക്ക് ആശ്വാസവും പനിമഞ്ഞും തളിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവ് നമുക്ക് അയച്ചു തരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഈ നോമ്പിനോട് ദൈവത്തോടെ അടുത്തുചെല്ലാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. എൻ്റെ വാക്ക് ചുരുക്കുകയും ചെയ്തു.